നമസ്കാരം. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി പുതുപ്രതീക്ഷയുടെ നിറവിലാണ്. യുഎസിന്റെ വർദ്ധിച്ച താരിഫ് ഭീഷണികളെ തുടർന്ന് കൂപ്പുകുത്തിയ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി ഇപ്പോൾ കൂടുതൽ ഉണർവ് പ്രാപിച്ചിരിക്കുന്നു. ഗുണനിലവാരത്തിന്റെ പേരിൽ ഇതുവരെയും ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന യൂറോപ്യൻ യൂണിയനിലേക്കും ഒപ്പം റഷ്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഉൾപ്പെടെ ആഗോള വിപണിയിലെ ശ്രദ്ധേയിടങ്ങളിലേക്ക് സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നിലവിൽ ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് വിലങ്ങുതടിയായിരുന്ന തടസ്സങ്ങൾ നീങ്ങിയതോടെയാണിത്. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഉയർന്നുവരുന്ന പുതിയ സാധ്യതകൾ കേരളത്തിലെ കയറ്റുമതി സ്ഥാപനങ്ങൾക്കും പ്രതീക്ഷ പകരുന്നു. നിലവിൽ ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ ഉൽപാദനത്തിൽ കേരളത്തെക്കാൾ മുന്നിലാണ്. എന്നിരുന്നാലും ഉന്നത ഗുണനിലവാരം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്നിവയുടെ കാര്യത്തിൽ കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുൻപന്തിയിൽ. അതിനാൽ കയറ്റുമതിയിൽ ഉണ്ടായിരിക്കുന്ന പുത്തൻ സാധ്യതകൾ കേരളത്തിലെ സ്ഥാപനങ്ങൾക്ക് അധിക നേട്ടമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇക്കാലമത്രയും ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ കയറ്റുമതിയുടെ ഭൂരിഭാഗവും അമേരിക്കയിലേക്കായിരുന്നു. എന്നാൽ ഇന്ത്യക്ക് നേരെ യുഎസ് നടപ്പാക്കിയ താരിഫ് നടപടികൾ കയറ്റുമതിക്കാരുടെ ലാഭം ഇടിച്ചു. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ നയതന്ത്ര തലത്തിൽ വിവിധ രാജ്യങ്ങളുമായി നടത്തിയ നിരന്തര ഇടപെടലുകളെ തുടർന്ന് ഇപ്പോഴത്തെ കയറ്റുമതി സാധ്യതയുടെ പുതുവാതായനങ്ങൾ തുറക്കപ്പെട്ടത്. ചുരുക്കത്തിൽ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയും പോലെയായി ഇന്ത്യക്ക് നേരെ അമേരിക്ക സ്വീകരിച്ച ഉയർന്ന താരിഫ് ഭീഷണി. കയറ്റുമതി കാര്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്ന പതിവ് രീതി ഒഴിവാക്കിയാണ് ഇന്ത്യ നിലവിലെ സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. യുഎസിന്റെ താരിഫ് പ്രതിസന്ധിയെ തുടർന്ന് ഇടിഞ്ഞുപോയ ഇന്ത്യയുടെ കയറ്റുമതി രംഗം ഇപ്പോൾ വൈവിധ്യവൽക്കരണത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്നത് സമുദ്രോൽപ്പന്ന രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഏറെ ആശാവഹമാണ്. 9 വർഷത്തെ ഗുണനിലവാര തർക്കങ്ങൾക്കൊടുവിലാണിപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന ഇറക്കുമതിക്ക് സമ്മതം അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഫലമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 102 പരം ഫിഷറീസ് സ്ഥാപനങ്ങൾക്ക് EV അംഗീകാരവും ലഭിക്കുകയുണ്ടായി. യൂറോപ്പിന്റെ വിപണികൾ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്കായി തുറക്കപ്പെട്ടതോടെ കേരളത്തിലെ ഉൽപാദന യൂണിറ്റുകളും ആവേശത്തിലാണ്. യൂറോപ്യൻ യൂണിയന്റെ കർശന മാനദണ്ഡങ്ങൾ പാലിച്ച കൊച്ചി ഉൾപ്പെടെയുള്ള കേരളത്തിലെ തീരദേശ മേഖലകളിലെ വിവിധ പ്രോസസിംഗ് യൂണിറ്റുകൾക്ക് കയറ്റുമതി രംഗത്ത് ശ്രദ്ധേയ നേട്ടങ്ങൾ ഇതുവഴി കൊയ്യാനാകും. യൂറോപ്യൻ യൂണിയനിലേക്ക് എന്ന പോലെ തന്നെ ഓസ്ട്രേലിയയിലേക്കുള്ള കയറ്റുമതി സാധ്യത തെളിഞ്ഞു വന്നതും ഇന്ത്യയുടെ കയറ്റുമതിക്ക് ശോഭനമായ ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്നു. 8 വർഷക്കാലത്തെ കയറ്റുമതി സ്തംഭനത്തിനൊടുവിലാണ് ഓസ്ട്രേലിയ ഇപ്പോൾ തൊലി കളയാത്ത ചെമ്മീൻ ഇറക്കുമതിക്ക് ഇന്ത്യക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം റഷ്യയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നടപടികളും രാജ്യം ത്വരിതഗതിയിൽ പൂർത്തിയാക്കി വരികയാണ്. നിലവിൽ റഷ്യൻ അംഗീകാരത്തിനായി രാജ്യത്തെ 25ഓളം സ്ഥാപനങ്ങളാണ് കാത്തിരിക്കുന്നത്. അക്കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ കയറ്റുമതി കമ്പനികളും ഉൾപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ആഗോള വിപണിയിൽ ആധിപത്യം നേടാൻ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾ തയ്യാറെടുക്കുന്നുവെന്നത് കർഷകർക്കും മത്സ്യബന്ധനം, പ്രോസസിംഗ് തുടങ്ങിയ വിവിധ രംഗങ്ങളിലെ തൊഴിലാളികൾക്കും ഏറെ ആശ്വാസമാണ് പകർന്നു നൽകുന്നത്. പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലും കായൽ മേഖലയിലും ചെമ്മീൻ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർക്ക് ഈ വിപണി സാധ്യത ഗുണകരമായി തീരും. അതുപോലെ തന്നെ നിരാശയിലമർന്നിരുന്ന കേരളത്തിലെ സമുദ്രോൽപ്പന്ന പ്രോസസിംഗ് യൂണിറ്റുകൾക്കും ഇത് പുതു ഊർജം പകരുന്നു. പ്രത്യേകിച്ച് കൊച്ചി, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലെ സമുദ്രോൽപ്പന്ന പ്രോസസിംഗ് യൂണിറ്റുകൾക്ക് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി മങ്ങിയതിലൂടെ പ്രതിസന്ധിയിലായ സ്ഥാപനങ്ങൾക്ക് തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും പുതിയ സാഹചര്യം വഴി തുറക്കും. വാർത്തയുടെ നിറം തേടി തനിനിറം.